കണ്ണൂരിലെ ധർമ്മടം ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പേരാണ് ധർമ്മടം ബീച്ച് എന്നത്. അവിടെ പോവാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല, എന്നാൽ അപ്രതീക്ഷിതമായി ഒരു യാത്ര പോകേണ്ടി വന്നപ്പോൾ അതുപോലെ പ്രതീക്ഷിക്കാതെ പോയൊരു ഇടമാണ് ഈ ധർമ്മടം ബീച്ച്. വളരെ മനോഹരമാണ് ഈ സ്ഥലം. ബീച്ചിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. നല്ല വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് നല്ല ചൂടുമുണ്ട്. ചെരുപ്പിടാതെ എങ്ങാനും ഇതിലൂടെ ഇറങ്ങിയാലുള്ള കാര്യം പിന്നെ പറയേണ്ടതേ ഇല്ല. അങ്ങനെയാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. സമയം ഏകദേശം നല്ല ഉച്ചയായതിനാൽ ആൾക്കാർ കുറവായിരുന്നു. കാരണം വൈകുന്നേരം സമയത്തിലാണല്ലോ സാധാരണ കുറേ ആൾക്കാർ വരാറ്. അവിടെ ഇതുപോലെ എന്തൊക്കെയോ ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇനി റീൽസിൻ്റെയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇതാണ് ബീച്ച്. ഇതുപോലെയുള്ള വലിയ വലിയ പാറകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. വളരെ ഭംഗിയുണ്ട് കാണാൻ. ഈ പാറേൻ്റെ ഇടയിലൂടെ പോയാൽ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ കാണാം. അതുപോലെ ചെറിയ ചെറിയ ഞണ്ടുകൾ, ചെറിയ മീനുകൾ, അതുപോലെ കക്കയിറച്ചി പോലുള്ള ഒരു ഈ പാറയിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന മുരു, അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിലതിനെ പറയാറ്. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ അതിനെ മറ്റെന്തെങ്കിലും പേരായിരിക്കും ഉള്ളത്. അതൊക്കെ കാണാൻ പറ്റി. കുറേ നേരം ഞാൻ ഞണ്ടിനെ പിടിക്കാൻ അതിൻ്റെ പുറകെ ഓടി നോക്കി, പക്ഷെ നടക്കുന്നില്ല. ആൾ ഭയങ്കര ഓട്ടക്കാരനാണ്. നമ്മളെ കാണുമ്പോൾ അത് കല്ലിൻ്റെ ഇടയിലേക്ക്, ഇതുപോലുള്ള പാറയുടെ എല്ലാം ഇടയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഞങ്ങളീ പാറയുടെ സൈഡിലൊക്കെ വന്നു. ഏതായാലും ബീച്ച് കാണാൻ വന്നതല്ലേ, ഇങ്ങോട്ടെല്ലാം ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. സാധാരണ ഇവിടെ അധികം ബീച്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്നും ഇറക്കി വിടാറില്ല എന്നാണ് പറയുന്നത്. അവിടെ നമ്മളെ വാച്ച് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പോയ സമയത്ത് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്കിന്ന് മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടി പറ്റി, അല്ലെങ്കിൽ കാണാൻ വേണ്ടി പറ്റി എന്ന് പറയാം. ഈ ബീച്ചിൻ്റെ നടുവിലായിട്ട് ഒരു തുരുത്തുണ്ട്. കുറേ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തുരുത്ത്. അങ്ങോട്ട് എല്ലാ സമയത്തും പോകാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ വേലിയേറ്റം വേലിയിറക്കം ഉള്ള സമയത്ത്, വേലിയേറ്റ സമയത്ത് വെള്ളം കൂടുതലായിരിക്കും അല്ലേ. അപ്പം വേലിയിറക്കം ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് വെള്ളം കുറയുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ വന്ന സമയം എന്തോ ഭാഗ്യത്തിന് വേലി ഇറക്ക സമയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടത്തേക്ക്, ആ തുരുത്തിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം. ഇവിടെ കാണുന്നതാണ് തുരുത്ത്. ചെറിയ ചെറിയ തിരകളുണ്ട്. കാരണം കടലിൻ്റെ നടുവിലായതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും തിരമാലകൾ തമ്മിൽ കൂട്ടി മുട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഈ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും തിരമാലകൾ വന്നിട്ട് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഒരു കാഴ്ച. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നീന്തൽ അറിയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ റിസ്ക് എടുത്തിട്ട് അപ്പുറത്തേക്ക് പോകണോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അവിടെ എത്രത്തോളം വെള്ളമുണ്ടെന്ന് അറിയില്ല. പക്ഷേ കുറേ പേര് പോകുന്നത് കണ്ട് ഞങ്ങൾ അവരുടെ പുറകെ പോയി. അങ്ങനെ ഞങ്ങൾ ഈ തുരുത്തിലെത്തി. എന്തായാലും വളരെ മനോഹരമാണ് തുരുത്ത്. നല്ല തണുപ്പാണ്. അപ്പുറത്തെ അപേക്ഷിച്ച് ഒരുപാട് മരങ്ങളും തെങ്ങടക്കം ഉണ്ട് അതിൻ്റെ അകത്ത്. നല്ല തണുപ്പാണ്. ഇതിലൂടെ കയറിപ്പോയാൽ ഈ കടലിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം ഈ തുരുത്ത് മറിഞ്ഞതുകൊണ്ട് കടലിൻ്റെ അപ്പുറത്തെ ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ തുരുത്തിൻ്റെ കുറേ വഴികൾ കാണുന്നുണ്ട് ഇതിലൂടെ. ഈ വഴിയിലൂടെ പോയാൽ നമുക്ക് കടലിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് തുരുത്തിൽ നിന്നുള്ള കാഴ്ച. ഇതുപോലെ ഞങ്ങളെപ്പോലെ തുരുത്തിലേക്ക് ഒരുപാട് പേര് വന്നിട്ട്